അതെ, അതെല്ലാം കൃത്യമായി ഇപ്പോഴത്തെ കാര്യങ്ങൾ മാത്രമല്ല, അന്ന് പൊതുമരാമത്ത് വകുപ്പാണ് ഇത് സമർപ്പിക്കുന്ന ഘട്ടത്തിൽ ഇതെല്ലാം രേഖപ്പെടുന്നത്. ഇപ്പോഴാണ് അത് ദേവസ്വം കോടതിയുടെ നിർദ്ദേശത്തോടുകൂടി 2023 ശേഷമാണ് കോടതി നേരിട്ട് ഇതിലെല്ലാം ബന്ധപ്പെടാൻ പറയും. സ്വർണ്ണപ്പള്ളിയുടെ കാര്യത്തിൽ പോലും നിയന്ത്രണം നിർദ്ദേശിക്കപ്പെട്ടത് അന്ന് പൊതുമരാമത്ത് വകുപ്പാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ആ മിനിറ്റ്സ് ഉൾപ്പെടെ പോയി ഒരു പരിശോധിക്കണം. അതുകൊണ്ടാണ് ഈ സമഗ്ര അന്വേഷണമാണെന്ന് ഞാൻ പറഞ്ഞത്. അതെ, അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. നിങ്ങൾ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇത് ഒളിപ്പിച്ച വശം തന്നെ പരാതിക്കാരനായി വരുന്നു. അതാണ് ഇതിനകത്ത് രസം. ആരാണ് ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനക്കാരൻ? അതെ, അതും ആഗോള അയ്യപ്പ സംഘം നടക്കാൻ 3 ദിവസം മുമ്പ്, അതായത് കൃത്യമായി ഡേറ്റ് പറഞ്ഞു. ആഗോള അയ്യപ്പ സംഘം നടന്നത് സെപ്റ്റംബർ മാസം 20, ഇത് ഉന്നയിക്കപ്പെട്ട ദിവസം സെപ്റ്റംബർ മാസം 17. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഭംഗിയോടുകൂടി ശോഭയോടുകൂടി നടക്കാൻ പോകുന്നു എന്ന പ്രതീതി വരികയും അത് വിജയകരമാക്കരുത് എന്ന ആത്യന്തികമായ ലക്ഷ്യം വരികയും ചെയ്തപ്പോൾ ഉള്ള ഒരു സമർത്ഥമായ നീക്കം. അതുകൊണ്ടാണ് ഗൂഢാലോചന ഉണ്ടോ എന്ന് സംശയിക്കുന്നുവെന്ന് പ്രസിഡന്റ് പറഞ്ഞതും ഞാൻ പറഞ്ഞതും ഒക്കെ ഞാൻ നേരത്തെ ഈ വിഷയം പറഞ്ഞു. അതിനൊരു ഗൂഢാലോചന ഉണ്ടോ ന്യായമായി ഞങ്ങൾ സംശയിച്ച അതിൽ തെറ്റു പറയാനില്ലല്ലോ. ബോർഡ് 98 ഈ സ്പോൺസർ വന്നപ്പോൾ ഏതാണ്ട് 40 അയാൾ കുറെ എനിക്ക് ഈ ഉണ്ണികൃഷ്ണൻ കോച്ചി ടി വി കൊണ്ടൊക്കെ ഉള്ളല്ലാതെ അല്ല, അതിനു മുമ്പ് തന്നെ അയാൾ ഈ ശബരിമലയിൽ അയാൾ ശാന്തിയുടെ സഹായിയായിട്ടോ പലരും ഇതൊക്കെ ആയിട്ടോ നിൽക്കുന്ന ഒരു രൂപം, പല രൂപത്തിൽ അവിടെ ഭക്തരെ വരുന്ന സമയത്ത് ഇങ്ങനൊരു സഹായമൊക്കെ കിട്ടിയാൽ പലരും അത് സ്വീകരിക്കുമല്ലോ. അങ്ങനെ സഹായിയായി പലരുടെയും കൂടെ കൂടി ഈ മറ്റ് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ചില ആൾ പറയുന്നത് ഇയാൾ ഇവിടുന്ന് ഓരോ വർഷവും പിരിയുന്ന മേൽശാന്തിമാരെ തന്നെ പൂജയ്ക്കൊക്കെ സ്ഥലത്ത് എത്തിക്കുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ ഇവരെ പല രൂപത്തിൽ അവരുടെ സ്പോൺസർഷിപ്പ് ഇയാൾ കരസ്ഥമാക്കിയിട്ട് ഇയാൾ എത്തുന്നിടത്ത് എത്താതിരിക്കുന്ന രൂപത്തിലുള്ള ശൈലികൾ, ഇതെല്ലാം ഇയാളുടെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളത് തെളിവാണ്. ജയറാമിന്റെ വീട്ടിൽ തന്നെ ഇത് കൊണ്ടുപോയി വെച്ച് ഈ പൂജ നടത്താനും അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചു. അദ്ദേഹം പറഞ്ഞല്ലോ ഞാനിതൊന്നും മനസ്സിലാക്കിയിരുന്നില്ല. അപ്പൊ ആളുകളെയൊക്കെ വിഷമിപ്പിക്കുന്ന രൂപത്തിലേക്കായിരുന്നു ഇയാളുടെ ഇത്തരത്തിലുള്ള ഇടപെടലെല്ലാം പോയിട്ടുള്ളതെന്ന് ഇപ്പൊ വന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നമുക്കത് കൃത്യമായി അറിയണം ഈ കാര്യം. അതുകൊണ്ടാണ് ഈ സമഗ്ര അന്വേഷണം ഞാൻ പറഞ്ഞത്. അല്ല, അത് പരിശോധിക്കട്ടെ. ഞാനിപ്പം പത്മകുമാറിനും ആരെങ്കിലും ഇതിനകത്ത് കുറ്റക്കാരനായി നമ്മൾ കൃത്യമായി പരിശോധിക്കട്ടെ. ആരുടെ കുറ്റമുണ്ടെങ്കിലും തെളിയട്ടെ. അവർ വിശദീകരിച്ചിട്ടുള്ളതും ബോർഡിന്റെ മിനിസിറ്റാണെന്നതും അവർ പ്രോപ്പറായി തീരുമാനം എടുത്തിരിക്കും. പിന്നെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് സെക്രട്ടറി ആയിരിക്കും. അതാണ് അവർ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വീഴ്ച എന്ന രൂപത്തിൽ ചില സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ. ഒരു കാര്യം കൂടി നിങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളിലൊന്നും ഗവൺമെന്റിന് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. ദേവസ്വം വകുപ്പോ മന്ത്രിയോ ആർക്കും ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നതിനകത്ത് ദൈനംദിന പ്രശ്നത്തിൽ ഇടപെടാനോ അധികാരവുമില്ല, അവകാശവുമില്ല. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏക സഹായം എന്ന് പറയുന്നത് അവിടെ തീർത്ഥാടനം വരുമ്പോൾ എല്ലാ വകുപ്പുകളെയും കോർഡിനേറ്റ് ചെയ്ത് സഹായിക്കുക. അവർ പുതിയ വികസന പ്രവർത്തനം നടത്തി അതിന് സഹായം ചെയ്തു കൊടുക്കുക. ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടാൽ അതിന് സമ്പത്ത് സമാഹരിച്ചു കൊടുക്കുക. 1 രൂപ പോലും ദേവസ്വം ബോർഡിൽ നിന്ന് ഗവൺമെന്റ് സ്വീകരിക്കാറില്ല. കൃത്യമായി അതിന്റെ രേഖ നിങ്ങൾക്ക് പരിശോധിച്ചാൽ 1 രൂപ വരെ. അതേസമയത്ത് അങ്ങോട്ട് ഗവൺമെന്റ് പണം കൊടുത്ത് കോവിഡ് കാലഘട്ടത്തിൽ പണം കൊടുത്ത് ശമ്പളം കൊടുക്കാൻ കാശില്ല. വികസനത്തിന് നമ്മൾ കിഫ്ബിയുടെ ഫണ്ട് കൊടുത്തു, ഇപ്പോൾ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ ഫണ്ട് കൊടുത്തു. ഇങ്ങനെ ഫണ്ട് അങ്ങോട്ട് കൊടുക്കുന്നതല്ലാതെ ഇങ്ങോട്ട് ഒരു പൈസ സ്വീകരിക്കില്ല. അവിടുത്തെ ദൈനംദിന ഭരണത്തിൽ മുഴുവൻ സ്റ്റാറ്റ്യൂട്ടറി പവറുള്ള ബോർഡാണ്. ആ ബോർഡും അതിലെ ഉദ്യോഗസ്ഥന്മാരത് കൈകാര്യം ചെയ്യുക. ഒരു തരത്തിലും ഗവൺമെന്റ് ഒരു കാര്യത്തിലും അവിടെ നേരിട്ടിടപെടുകയും എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പറയൂ, ഒരു കാര്യം ചെയ്യേണ്ട കാര്യമില്ല. നയപരമായ ഒരു പ്രശ്നങ്ങളിലും അവർ തീർക്കുന്ന തീരുമാനങ്ങളെ ചോദ്യം ചെയ്യേണ്ട തെറ്റെവിടെയെങ്കിലും കണ്ടുപിടിച്ചാൽ അത് നമുക്ക് അന്വേഷിച്ച് വെളിയിൽ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ സഹായിച്ചു കൊടുക്കാൻ കോടതി പറഞ്ഞാൽ ആ കാര്യത്തിന് ചെയ്തു കൊടുക്കും. അതാണ് കോടതി ഉത്തരവിന് വിധേയമായി ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് തെറ്റിദ്ധരിപ്പിച്ച് ഏതാണ്ട് ദേവസ്വം വകുപ്പ് നേരിട്ട് ഇത് കൈകാര്യം ചെയ്യുന്ന രൂപത്തിലേക്ക് ആക്കി വരുത്താൻ ചിലരുടെ ശ്രമങ്ങൾ നടക്കുകയാണ്. അപ്പോൾ യെസ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോ ഇന്നത്തെ ഭരണ സംവിധാനം അവർ ഭയപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്.
ഭംഗിയായി കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന രൂപത്തിലേക്കുള്ള അന്വേഷണം വരാൻ ഇടപെടുകയും ചെയ്യുന്നു തോന്നൽ കൊണ്ടാണ് ഈ തരത്തിലുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ജനങ്ങളോട് തുറന്നു പറയുകയും തെറ്റ് പറ്റിയെന്ന് പറയുകയും ചെയ്യുന്ന പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ നിന്ന് 4 കിലോ കാണാനില്ല, അടിച്ചു മാറ്റിയിരിക്കുന്നു പ്രസംഗിക്കുമ്പോൾ ഉണ്ണികൃഷ്ണന്റെ വീട്ടിൽ 4 കിലോ ഇരിക്കുക. യഥാർത്ഥത്തിൽ സഭയെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ച പ്രതിപക്ഷ നേതാവ് അല്ല അദ്ദേഹം പറഞ്ഞത് 4 കിലോ ഇപ്പൊ ഏതായാലും പോലീസ് എടുത്തല്ലോ. ഇല്ല, അദ്ദേഹം പറഞ്ഞ 4 കിലോ നമ്മളെല്ലാം കേട്ടതല്ലേ സഭയിൽ. ഞാൻ പറഞ്ഞതല്ല, അദ്ദേഹം പറഞ്ഞത്. ഇപ്പൊ പോലീസ് എടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നതിനകത്ത് അവിടെ നിന്ന് എടുത്തിരിക്കുന്നു സ്വർണ്ണമല്ല, ഈ പീഠം അവിടുന്ന് കണ്ടെടുത്തിരിക്കും. ഈ പാത്രത്തിന്റെ കാര്യമാണല്ലോ പറഞ്ഞത്. അപ്പോ ഇത്തരം കാര്യങ്ങൾ യഥാർത്ഥത്തിൽ സഭയെ തെറ്റിദ്ധരിപ്പിക്കില്ലേ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കില്ലേ? അപ്പൊ ഇതിൽ ആരാണ് യഥാർത്ഥത്തിൽ ജനങ്ങളോട് മാപ്പ് പറയേണ്ടത്? അത് അന്വേഷണം നമ്മളാരും കണ്ടില്ല. ഇപ്പൊ പോലീസ് പറഞ്ഞുള്ള ഒരു പത്രങ്ങളിൽ വന്ന വാർത്ത നമുക്കറിയുള്ളൂ. അവിടെ നിന്ന് കണ്ടെടുത്തതല്ല ഈ പീഠം. ഈ കാണാനില്ലെന്ന് പറഞ്ഞ പീഠം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോയിട്ട് കണ്ടെടുത്തിട്ടത്. അതേ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തെ സംബന്ധിച്ചാണ് ദേവസ്വം മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുന്നത്. ഹൈക്കോടതി പ്രത്യേക സംഘത്തെ നിയോഗിച്ചതിനെ സ്വാഗതം ചെയ്യുകയാണ് എന്ന് മന്ത്രി പറയുന്നു. എല്ലാ കാര്യങ്ങളും അന്വേഷണത്തിലൂടെ വ്യക്തമാകട്ടെ. സർക്കാരിന് ഇതിൽ ഒരാത്മവിശ്വാസക്കുറവുമില്ല. സർക്കാർ എല്ലാ നടപടികളെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാം പുറത്തു വരട്ടെ എന്നാണ് ഇപ്പോൾ ദേവസ്വം മന്ത്രി പറയുന്നത്. അതേസമയം ഹൈക്കോടതിയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത്. ആജ്ഞ രവീന്ദ്രനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ആജ്ഞ, ആർക്കാണ് അന്വേഷണ ചുമതല, എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ADGP എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിലാണ് SIT രൂപീകരിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ തീരുമാനം. സ്വർണ്ണപ്പാളിയിൽ വിശദമായ അന്വേഷണം വേണമെന്ന് തന്നെയാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് SITയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. SITയുടെ നേതൃത്വം ADGP എച്ച് വെങ്കടേഷ് നേതൃത്വം ഏറ്റെടുക്കും. അതുപോലെ നേരത്തെ തന്നെ പറഞ്ഞ പോലെ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറാണ് ഈ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ADGPയുടെ മാത്രമല്ല മറ്റ് SP-മാരുടെയും ഉറപ്പ് വരുത്തണം, അതായത് ഇൻവോൾവ്മെന്റ് ഉറപ്പുവരുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ദേവസ്വം ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിപുലമായ അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഉത്തരവിട്ടിരിക്കുന്നത്. അഭിലാഷ്, യെസ്, വളരെ പ്രധാനപ്പെട്ട വാർത്ത എന്നത് ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിരവധിയായ ചോദ്യങ്ങൾക്കാണ് ഇനി ഉത്തരം കണ്ടെത്തേണ്ടത്. ഈ സ്വർണ്ണപ്പാളിയിൽ സ്വർണം നഷ്ടമായത് എവിടെ വെച്ചാണ്, എങ്ങനെയാണ് ഇത് ഇതുവരെയും കൈകാര്യം ചെയ്തിരുന്നത് എന്നതിലെല്ലാം കൂടുതൽ വ്യക്തതയാണ് ഇനി കൈവരേണ്ടത്. ആജ്ഞ, ഇത് കോടതി ഈ വിഷയത്തെ തുടക്കം മുതൽ ഗൗരവത്തോടു കൂടി തന്നെയാണ് കണക്കാക്കുന്നത്. പലപ്പോഴും ശബരിമലയുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന പല വിവരങ്ങളിലും കോടതിയുടെ ഇടപെടൽ ആണ് ഉണ്ടാകാറുള്ളത്. പ്രത്യേകിച്ച് നേരത്തെ ഈ സ്വർണ്ണമടക്കം സൂക്ഷിച്ചിരുന്ന